തിരുവനന്തപുരം നഗരൂരിൽ വൻ തീപിടുത്തം. നഗരൂർ MT കോംപ്ലക്സിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. റിനു ശ്രീധർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു പറയൂ, ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു കെട്ടിടത്തിന്റെ 2ാം നിലയിലും 3ാം നിലയിലും ഒക്കെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം പുരോഗമിക്കുന്നു? സ്മിത, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നഗരൂർ ജംഗ്ഷനിലുള്ള MG കോംപ്ലക്സിൽ തീപിടുത്തമുണ്ടായത്. എങ്ങനെയാണ് തീ പടർന്നത് എന്നുള്ളത് നിലവിൽ വിവരം ലഭ്യമല്ല. MG കോംപ്ലക്സിലെ MG മാർട്ട് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ ഒരു ജിംനേഷ്യം, ഇത് രണ്ടും പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തൊട്ട് സമീപത്താണ് KSFEയുടെ ഒരു ബ്രാഞ്ച് ഉള്ളത്. അവിടേക്ക് തീ പടരാതിരിക്കുവാനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു പുകപടലം ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ അണയ്ക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഈ ജിംനേഷ്യത്തിൽ ഉണ്ടായിരുന്നവരും ഈ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നവരും പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ മറ്റ് ആളപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ആറ്റിങ്ങിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തി തീ അണയ്ക്കുവാനുള്ള ഒരു ശ്രമം. ഈ ഷോപ്പിംഗ് മാളിൽ തന്നെ ഒരു ഗ്യാസ് ഏജൻസി വ്യാപാരശാല കൂടി ഉണ്ട് എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയൊരു അപകട സാഹചര്യത്തിലേക്ക് പോകും. പക്ഷെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്താതിരിക്കുവാനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ട്. ആറ്റിങ്ങിൽ നിന്നുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ സ്ഥലത്തെത്തി തീ അണയ്ക്കുവാൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തുന്നത്. എന്തായാലും ഈ സൂപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ ഈ ജിംനേഷ്യവും പൂർണ്ണമായി കത്തി നശിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഇതെന്താണ് എന്നുള്ളത് പ്രാഥമിക ഒരു വിലയിരുത്തൽ പോലും നടത്താനായിട്ടില്ല എന്നുള്ളതാണ്. കെട്ടിടത്തിലാണ് തീ പടർന്നത്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.